അങ്ങനെ ആദ്യത്തെ പരീക്ഷയായിട്ടുള്ള ഹിന്ദി മലയാളം ഫസ്റ്റ് എന്താ ഇന്ന് കഴിഞ്ഞിട്ട് സംഭവം നമുക്ക് ഇന്ന് ഹിന്ദി ലാംഗ്വേജ് ആയിരുന്നല്ലോ എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവെ ഈ രണ്ട് എക്സാം ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അധികം ഈസി ആയിരുന്നില്ല, എന്നാലും ഭയങ്കര ടഫും ആയിരുന്നില്ല. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹിന്ദി മലയാളത്തിനേക്കാൾ ഭേദമായിരുന്നു എന്നായിരുന്നു. കാരണം ഹിന്ദിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒക്കെ നല്ല സിമ്പിൾ ആയിരുന്നു. പിന്നെ ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഹിന്ദി മലയാളത്തിന്റെ അത്ര കുഴപ്പമുണ്ടായില്ല. എന്താണെന്നറിയില്ല, സാധാ ഹിന്ദിയുടെ വാക്കുകളൊന്നും എഴുതാൻ നേരത്തെ കിട്ടാറില്ല. ഇപ്രാവശ്യം അങ്ങനെ കിട്ടാണ്ടിരുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ആ ഒരു കേശവിന്റെ പാടമൊന്നും ഫുൾ എടുത്തിട്ടുണ്ടായില്ല. അത് കാരണം ആ പാഠം മര്യാദക്കൊന്നും പഠിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഒന്നും മര്യാദക്കൊന്നും എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. എന്തായാലും കമ്പാരിറ്റീവ്ലി ഭേദം കുറവുള്ള സാധനമാണ് ഈ മലയാളം. നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഇത്രയും നാളെ ഞാൻ അറബി ആയിരുന്നു, ഇപ്പോഴാണ് ഞാൻ മലയാളത്തിലോട്ട് മാറിയത്. അപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലാംഗ്വേജിന്റെ പരീക്ഷ അഥവാ മലയാളം ഫസ്റ്റിന്റെ പരീക്ഷയാണ് ഇന്ന് നടന്നത്. എനിക്കാണെങ്കിൽ കൂടുതൽ സംശയം ഉണ്ടായിരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ വേറെ ഒന്നല്ല, ഞാൻ ഇതിന്റെ ആൻസർ ആ ഒരു ഓപ്ഷൻ ബി ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആൻസർ കീ നോക്കിയ സമയത്ത് കാണുന്നത് ഡി ആണ് ആൻസർ എന്നാണ്. എനിക്ക് ബി ആണോ ഡി ആണോ എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായി. പക്ഷെ ലാസ്റ്റ് ഞാൻ ബി എഴുതിക്കൊണ്ടുവന്നു. പിന്നെ വേറെ സംശയം ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം. വേറെ ഒന്നല്ല, ഇത്രയും വലിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ട് അത് മൂന്നിലൊന്ന് ഭാഗമാക്കാൻ പറയുമ്പോൾ ആർക്കും ഒരു കൺഫ്യൂഷൻ തോന്നാമല്ലോ. പിന്നെ ഈ രണ്ട് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ഞാൻ ആ ഒരു ബി ക്വസ്റ്റ്യൻ ആണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഉപന്യാസമല്ല, ആസ്വാദനക്കുറിപ്പാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും എന്നെ ബേസ്ഡ് എക്സാംസ് ഒക്കെ അത്യാവശ്യം ഒക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റിൽ പറയാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എക്സാമിന് പോയിട്ട് പഠിക്കാം. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ.